നമ്മൾ ഏറ്റുമാനൂരിൽ ആ ട്രെയിൻ തട്ടി 3 പേര് മരിച്ചില്ല. ആ വാർത്തയിലേക്കാണ് പോകുന്നത്. ഒരു സ്ത്രീയും 2 കുട്ടികളുമാണ് മരിച്ചത്. മരിച്ചവരാരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത്. ഏറ്റുമാനൂർ കാണുന്ന ഈ പാറാവുലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപമാണ് അപകടം ഉണ്ടായത്. അവിടെ നമ്മുടെ പ്രതിനിധി ടോബി ജോൺസൺ എത്തിയിട്ടുണ്ട്. ടോബി, പറയൂ ടോബി, എന്താണ് സംഭവം? ശരിക്കും ട്രെയിൻ തട്ടിയതാണോ? SKN ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ട്രെയിൻ തട്ടിയതല്ല. അതായത് ഇതൊരു ക്രോസ് ഒന്നുമല്ല, റെയിൽവേ ക്രോസ് ചെയ്ത് പോകുന്ന ആളുകൾ സഞ്ചരിക്കുന്ന സ്ഥലമൊന്നുമല്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊരു ആളൊഴിഞ്ഞ സ്ഥലമാണ്. ഇവിടേക്ക് നടന്നു വരണമെങ്കിൽ തന്നെ ഒരല്പം പ്രയാസമുണ്ട്. അപ്പോൾ ഒരു ആത്മഹത്യയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സംശയമാണ് പോലീസിനുള്ളത്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കടന്നു പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. ഈ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിൻ്റെ ലോക്കോ പൈലറ്റാണ് ഈ വിവരം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത്. അതിനെ തുടർന്നാണ് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത്. ഇങ്ങനെ 3 മൃതദേഹങ്ങൾ ഇങ്ങനെ ട്രാക്കിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നതും ഒരു സ്ത്രീയുടെയും 2 കുട്ടികളുടെയും മൃതദേഹമാണ്. അമ്മയും മക്കളുമാണെന്നുള്ളൊരു സംശയം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ആ മൃതദേഹങ്ങൾ ഇവിടെ നിന്നും ഈ ട്രാക്കിൽ നിന്നും മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അവരുടെ ചെരുപ്പുകളും മറ്റുമൊക്കെ ഇവിടെയുണ്ട്. രാവിലെ അതിനുശേഷം നിരവധി ട്രെയിനുകൾ കടന്നു പോകുന്നൊരു സമയമാണ് ഈ രാവിലെ സമയം. അതുകൊണ്ട് തന്നെ ആ ട്രെയിനുകളെല്ലാം തടഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മാത്രമാണ് ട്രെയിനുകൾ ഓരോന്നായി കടത്തിവിട്ടത്. നമ്മളോടൊപ്പം ഇവിടുത്തെ നാട്ടുകാരും കൂടിയുണ്ട്. ചേട്ടാ, എപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത് നിങ്ങളൊക്കെ? ഞങ്ങൾ 1 മണിക്കൂറായുള്ളൂ. സ്ഥലം ഇത് ആളൊഴിഞ്ഞ സ്ഥലം. ഇതുവഴി ആരെങ്കിലും നടക്കുന്ന നടപ്പുകാരൊന്നുമില്ല. വഴിയില്ല, ട്രാക്കൊന്നും നടന്നു പോകുന്ന വഴികളൊന്നും ഇല്ല. ആരാണ് പറഞ്ഞത്? ഇത് ട്രെയിൻ ഇവിടെ കിടക്കുന്ന കണ്ടു. അപ്പോൾ ഞങ്ങൾ വന്നതാ. ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ്. അതെ. ഇതുവഴി കടന്നുപോയ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടപ്പോഴാണ് ഈ നാട്ടുകാരെല്ലാം അറിയുന്നത്. അങ്ങനെ പെട്ടെന്ന് ഓടി നടന്ന് ഇവിടേക്ക് എത്താൻ പറ്റത്തില്ല. നമുക്ക് ഈ സ്ഥലം തന്നെ നോക്കാം. ഈ പ്രദേശത്ത് വഴികളോ മറ്റു വീടുകളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആളൊഴിഞ്ഞ ഒരു പ്രദേശമാണ്. ആളൊഴിഞ്ഞ പ്രദേശത്താണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ആത്മഹത്യ ആണോ എന്നൊരു സംശയം പോലീസിനുള്ളത്. അതൊക്കെ എന്തായാലും മറ്റു നടപടികൾ, കടമകൾ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം, ഇത് ആരുടെ മൃതദേഹമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയതിനു ശേഷമായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇപ്പോൾ പോലീസ് ഈ മൃതദേഹം ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് 5:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളൊരു വിലയിരുത്തലാണ് പോലീസിനുള്ളത്. രാവിലെ നിരവധി ട്രെയിനുകൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ കോട്ടയം ഏറ്റുമാനൂർ. അങ്ങനെ കടന്നുപോയൊരു ട്രെയിനിലെ ലോക്കോ പൈലറ്റാണ് ഈ വിവരം സ്റ്റേഷനിൽ അറിയിക്കുന്നത്. എന്തായാലും ആരുടെ മൃതദേഹമാണ് എന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. ഒരു സ്ത്രീയുടെയും, പ്രായമുള്ള സ്ത്രീയുടെയും 2 കുട്ടികളുടെയും മൃതദേഹമാണെന്നുള്ള പ്രാഥമിക വിവരം മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്.